ഇപ്പോൾ നമ്മൾ സ്ലെമിഷ് മൗണ്ടൻ ഹൈക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കാണ്. സോ എല്ലാവർക്കും അറിയാം ഈ മൺഡേയിലാണ് സെയിൻറ്റ് പാട്രിക്സ് ഡേ ആഘോഷിക്കുന്നത്. സോ അതിൻ്റെ ഇതായിട്ടാണ് നമ്മൾ സ്ലെമിഷ് മൗണ്ടൻ ഹൈക്കിങ് തീരുമാനിച്ചേക്കുന്നത്. ഈ സ്ലെമിഷ് മൗണ്ടനും സെയിൻറ്റ് പാട്രിക്സിൻ്റെയും ഒരു ബന്ധമെന്ന് വെച്ചാൽ സെയിൻറ്റ് പാട്രിക് എന്ന് പറയുന്ന സെയിൻറ്റിനെ ഈ മൗണ്ടനിലായിരുന്നു സ്ലേവായിട്ട് ഇവിടെ അയർലൻഡിലേക്ക് കൊണ്ടുവന്ന പുള്ളിക്കാരൻ ഇവിടെ 6 വർഷം ഈ ഷെപ്പേർഡ്സിനെയൊക്കെ നോക്കി ഇവിടെ നിന്നിരുന്നത്. സോ അതുകൊണ്ട് ഇത് സെയിൻറ്റ് പാട്രിക്സ് ഡേയുടെ അന്ന് ഒത്തിരി ആൾക്കാർ പാട്രിക്സിൻ്റെ ഫുഡ് സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്ത് ഈ മൗണ്ടൻ ഹൈക്ക് ചെയ്യാൻ വരും. സോ അതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇവിടെ നിന്നാണ് പുള്ളിക്കാരൻ ഈ മെഡിറ്റേഷനും ഫെയ്ത്തും ഇല്ലെങ്കിൽ അങ്ങനെയൊക്കെ റിലീജിയസ് ആയിട്ട് കുറേ കാര്യങ്ങളിലേക്ക് അടുത്തെന്ന് പറയപ്പെടുന്നത്. എന്നിട്ട് ഇവിടുന്ന് പുള്ളി തിരിച്ച് ബ്രിട്ടനിലേക്ക് പോയി പ്രീസ്റ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അയർലൻഡിലേക്ക് വന്ന് ഒത്തിരി ആൾക്കാരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്തു എന്നാണ് ഇതിൻ്റെ സ്റ്റോറി. സോ അതുകൊണ്ടാണ് സെയിൻറ്റ് പാട്രിക് അയർലൻഡിൻ്റെ പേട്രനായതും ഈ സ്ലെമിഷ് മൗണ്ടൻ സെയിൻറ്റ് പാട്രിക്കുമായിട്ടുള്ളൊരു ബന്ധം. സോ അതുകൊണ്ട് ഈ സെയിൻറ്റ് പാട്രിക്സ് ഡേയുടെ അന്ന് ഒത്തിരി ആൾക്കാർ ഇവിടെ ഹൈക്കിങ്ങിന് വരും. സോ നമ്മളിപ്പോൾ ഈ സ്ലെമിഷ് മൗണ്ടൻ ഹൈക്കിങ് ചെയ്യാൻ പോണേ. സോ അതാണ് സ്ലെമിഷ് മൗണ്ടൻ. അതിൻ്റെ മുകളിലാണ് നമ്മൾ എത്തേണ്ടത്. Hello. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണല്ലേ. പക്ഷെ ഭയങ്കര സ്റ്റീപ്പാണ് കയറാൻ. രസമുണ്ടല്ലേ. കുറച്ച് വെയിലുണ്ടായിരുന്നെങ്കിൽ നൈസ്. സോ അങ്ങനെ നമ്മൾ സ്ലെമിഷ് മൗണ്ടൻ്റെ ടോപ്പിലെത്തിയേക്കാണ്. ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ്. സോ അതാണ് സ്കോട്ട്ലൻഡ്. അടിപൊളി വ്യൂ. ഇത് സെയിൻറ്റ് ബ്രിഗേഡ്സ് ക്രോസ് ആണ്. ഇതൊരു ട്രഡീഷണൽ ഐറിഷ് ക്രോസ് വൂവൺ ഫ്രം റീഡ്സ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ വീടിൻ്റെ അവിടെയൊക്കെ ഈ പ്രൊട്ടക്ഷനും ബ്ലെസ്സിങ്സിനും ഒക്കെ വേണ്ടി വെക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് ഫെബ്രുവരി 1 മുതലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ അങ്ങനെ നമ്മൾ സ്ലെമിഷ് മൗണ്ടൻ്റെ മേലിലാണ്. സോ ഇതാണ് സെയിൻറ്റ് പാട്രിക്സ് ഡേയുടെ അന്ന് എല്ലാവരും വന്ന് എന്താ പറയുക ഒരു പിൽഗ്രിമേജ് ആയിട്ട് ഈ ഹൈക്കൊക്കെ ചെയ്ത് ഈ മലയുടെ മേലിലാണ് വരുന്നത്. ഇവിടുന്ന് നല്ല വ്യൂ ആണ്. നമുക്ക് സ്കോട്ട്ലൻഡ് കാണാം.
താഴോട്ട് പോകണേ. And myths and things. But then it was only in the last few years when I started to read what St. Patrick actually wrote himself. And we have some of the earliest ever writings from Ireland are St. Patrick's. We used to have to put money into it. 20 pence. So another thing actually is, do you see kind of on the other side of the lamppost? There is a windmill down in the valley. Yeah. And then there's another windmill slightly up to the right. Yeah. So just in between those two windmills, there's a little hill Okay. with covered in trees. Yes. So at the top of that hill, there is a ruined church Okay. called Skerry, Skerry, Okay. and that's associated with St. Patrick as well. So that links him to this area. And therefore, when he speaks about a mountain, it's quite likely that it was Slanish Mountain. Oh. He was here.